ഹായ് ഹലോ നമസ്കാരം, ഞാൻ സന്തോഷ് കുമാർ. ആപ്പിൾ, ആമസോൺ, ടാറ്റ, ബിർള തുടങ്ങിയ വമ്പൻ കമ്പനികൾ നിങ്ങളുടെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചാലോ, അവർ എല്ലാ മാസവും നിങ്ങൾക്ക് കൃത്യമായി വാടക നൽകിക്കൊണ്ടിരുന്നാലോ എന്ത് മനോഹരമായ സ്വപ്നമല്ലേ? നമുക്ക് എല്ലാവർക്കും സ്വന്തമായി കുറച്ച് ഭൂമിയോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ വാങ്ങി അത് വാടകയ്ക്ക് കൊടുത്ത് മാസം തോറും ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അതിന് ലക്ഷങ്ങളോ കോടികളോ കയ്യിൽ വേണം. എന്നാൽ വെറും 100-200 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ വലിയ മാളുകളിലും IT പാർക്കുകളിലും പങ്കാളിയാകാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അതിനുള്ള വഴിയാണ് റിട്സ് അഥവാ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. ലളിതമായി പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ റിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് റിട്സ്. ഒരു കമ്പനി ധാരാളം നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിക്കുന്നു. ഈ പണം ഉപയോഗിച്ച് അവർ വലിയ കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങൾ, IT പാർക്കുകൾ, ഷോപ്പിംഗ് മാളുകൾ എന്നിവ വാങ്ങുന്നു. ഈ കെട്ടിടത്തിൽ നിന്ന് ലഭിക്കുന്ന വാടക നിക്ഷേപകർക്ക് ഡിവിഡൻഡായി വീതിച്ചു കൊടുക്കുന്നു. രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലാഭം ലഭിക്കുന്നത്. ഒന്ന്, റെഗുലർ ഇൻകം. ഈ കെട്ടിടത്തിൽ നിന്ന് ലഭിക്കുന്ന വാടകയുടെ 90% നിക്ഷേപകർക്ക് തിരിച്ചു നൽകണമെന്ന് നിയമമുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാസം തോറും അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ ഒരു സ്ഥിര വരുമാനം ലഭിക്കും. ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഭൂമിയുടെയും കെട്ടിടത്തിന്റെയും വില കൂടുന്നതനുസരിച്ച് നിങ്ങൾ വാങ്ങിയ റിട്സിന്റെ യൂണിറ്റിന്റെ വിലയും വർദ്ധിക്കുന്നു. ഏകദേശം 12% മുകളിൽ വാർഷിക ലാഭം നമ്മൾക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തുകൊണ്ട് സാധാരണക്കാർക്ക് റിട്സ് നല്ലൊരു ഓപ്ഷനാണ്? കുറഞ്ഞ നിക്ഷേപം. വലിയ കെട്ടിടങ്ങൾ വാങ്ങാൻ കോടികൾ വേണ്ട. ഇതിൽ ഒരു യൂണിറ്റ് വാങ്ങാൻ വെറും 100 രൂപ മുതൽ 500 രൂപ വരെ മതി. ലിക്വിഡിറ്റി. ഒരു സ്ഥലം വിൽക്കാൻ മാസങ്ങൾ എടുക്കും. എന്നാൽ റിട്സ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഏത് സമയത്തും നമ്മൾക്ക് വിൽക്കാം. സുരക്ഷിതത്വം. സെബിയുടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കർശനമായ നിയന്ത്രണത്തിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. പാസീവ് ഇൻകം. കെട്ടിടം പരിപാലിക്കാനോ വാടകക്കാരെ കണ്ടെത്താനോ നിങ്ങൾ കഷ്ടപ്പെടേണ്ട. എല്ലാം പ്രൊഫഷണൽ മാനേജർമാർ നോക്കിക്കൊള്ളും. എല്ലാ നിക്ഷേപത്തെയും പോലെ തന്നെ ഇതിൽ ചില റിസ്കുകളുമുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞിരിക്കാം. റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഇടിവ് ഇതിനെയും ബാധിക്കാം. പലിശ നിരക്ക് കൂടുമ്പോൾ റിട്സിന്റെ പ്രകടനം കുറയാൻ സാധ്യതയുണ്ട്. കെട്ടിടങ്ങൾ ഒഴിഞ്ഞു കിടന്നാൽ അഥവാ വേക്കന്റ് ആയി കിടന്നാൽ വാടകയും കുറയും. ഇന്ത്യയിൽ ഇപ്പോൾ എംബസി ഓഫീസ് പാർക്ക്, മിഡ് സ്പേസ്, ബ്രൂക്ക്ഫീൽഡ് തുടങ്ങിയ പ്രമുഖ റിട്സ് ലഭ്യമാണ്. നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സാധാരണ ഷെയറുകൾ വാങ്ങുന്നത് പോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് വാങ്ങാൻ സാധിക്കും. നിങ്ങൾ കുറഞ്ഞ റിസ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ഒരു നിശ്ചിത വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിട്സിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കാൻ അഥവാ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ഇത് വളരെ നല്ലതാണ്. റിട്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ സാമ്പത്തിക അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. This video is meant only for educational and awareness purposes. The information shared should not be construed as investment advice or recommendation.